9 വർഷമായി ജനപ്രതിനിധിയാണ് നിലമ്പൂരിൽ PV അൻവർ. സ്വാഭാവികമായും PV അൻവർ UDF-നൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ വിജയം എളുപ്പമായിരുന്നു എന്നൊരു ചിന്ത. അല്ല, അൻവറും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രചരണത്തിന് പിന്നെ ഒരു എതിർ ശബ്ദം ഉണ്ടാവില്ല. ഇതിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പിണറായിസത്തിനെതിരായിട്ട് പകുതി അൻവർ പറയുന്നില്ല, പക്ഷെ ജനത്തിന് വോട്ട് ചെയ്യുമ്പോൾ ജനം UDF-നെ വോട്ട് ചെയ്യും. ഈ പഴയ പ്രസംഗങ്ങളൊക്കെ പറയുമ്പോഴേ ഇപ്പൊ LDF-ന്റെ പ്രചരണത്തിൽ അവരുപയോഗിക്കുന്ന പഴയ പ്രസംഗങ്ങളുണ്ട്. ആര്യാടൻ ഷൗക്കത്ത് ലീഗിനെതിരെ പറഞ്ഞു, ലീഗിലെ ചില ആൾക്കാർ ആര്യാടൻ മുഹമ്മദിനെതിരെ പറഞ്ഞത്, ആര്യാടൻ മുഹമ്മദ് ലീഗിനെതിരെ പറഞ്ഞു. അങ്ങനെ ആ പഴയ പ്രസംഗങ്ങളൊക്കെ ഈ LDF-ന്റെ പ്രചരണായുധങ്ങളാണ് ശരി. അല്ല, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ TK ഹംസ ആരാ ഞങ്ങളുടെ DCC പ്രസിഡന്റ് എന്ന് 82 വരെ. അതെ, അന്ന് അദ്ദേഹം CPM-നെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അന്നത്തെ കാലത്തെ അന്ന് ഇതുപോലെ ചാനലൊന്നും ഇല്ലാത്ത കാലമാണ്. AKG നിരാഹാരം കിടന്നപ്പോൾ ഇതേ ഹംസ പറഞ്ഞിട്ടില്ലേ, നിരാഹാരം 7 ദിവസം പട്ടിണി കിടന്നിട്ടും എന്നിട്ടും ചാവാത്ത എന്തേ നീ കോവാല എന്ന് ചോദിച്ചാൽ അത് പിന്നീട് അച്യുതാനന്ദൻ പറഞ്ഞു. കാരണം എന്താ അച്യുതാനന്ദനിട്ട് തോണ്ടാൻ പോയി. അപ്പോഴാണ് ഞങ്ങളെപ്പോലുള്ള ഒരു വലിയ കാര്യം അറിയുന്നത്. അപ്പോൾ അതൊക്കെ അത് അന്നത്തെ സാഹചര്യം. അന്ന് ഹംസ കോൺഗ്രസ്സുകാരനായിരുന്നു, വിമർശിച്ചു CPM-നെ. അതന്ന് ചെയ്യേണ്ട കാര്യമാണ്. പിന്നീട് ഹംസ LDF-ൽ പോയി, CPM-ൽ പോയി, ഇപ്പോൾ കോൺഗ്രസിനും ലീഗിനും അദ്ദേഹം വിമർശിക്കുന്നു. അത് അദ്ദേഹത്തിൻ്റെ നയം. അപ്പോൾ ഞാൻ പറയുന്നത് പഴയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ആ പഴയത് വെറും പഴയതായി മാറിയോ, അല്ലെങ്കിൽ ഇപ്പോഴും ലീഗുകാർക്കുള്ളിൽ ആര്യാടന്റെ അല്ല, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. കാരണം കാലം മാറിയല്ലോ. അന്നത്തെ ഒരു വിരോധത്തിന് ഇന്നെന്താ പ്രസക്തി? ഞാൻ ആര്യാടൻ മുഹമ്മദ് ലീഗിനെതിരെ പ്രസംഗിച്ചിട്ടുണ്ട് എന്നുള്ള കാരണം കൊണ്ട് ഇവിടുത്തെ ലീഗുകാരിൽ ആര്യാടൻ വോട്ട് ചെയ്തുകൊണ്ടല്ലേ ആര്യാടൻ ജയിച്ചത്. ആര്യാടൻ ഇവിടെ 2011 വരെ ജയിച്ചത് ലീഗിൻ്റെ കൂടെ വോട്ട് കിട്ടിയിട്ടല്ലേ. ലീഗുകാർക്കറിയാം ഞങ്ങളെയും തോണ്ടും എന്നറിയാം. പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ അവർ ആര്യാടൻ വോട്ട് ചെയ്തത്. കാരണം മുന്നണിയാണ്. ഈ നിലമ്പൂരിൽ നിന്നാണ് മുന്നണി തുടങ്ങിയത്. അത് ചരിത്രമുണ്ട് ഈ നിലമ്പൂരിന് 969. ഈ ഇനി അങ്ങോട്ടുള്ള സമയം ഒന്ന് UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമാണ്. കാരണം നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തൊട്ടു പിന്നാലെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരും, പിന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ പുതുതലമുറ നേതാക്കളൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളാണ് അവരുടെ ഒരു പ്രചാരണ ഇടമാക്കി കാണുന്നത്. അപ്പോൾ ശരിക്ക് നേരത്തെയൊക്കെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച് പൊതുപ്രവർത്തനം നടത്തിയാണ്. അപ്പോൾ ഒന്നുകൂടെ കോൺഗ്രസ് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങേണ്ട സമയമല്ലേ? തീർച്ചയായിട്ടും ഈ വാട്സപ്പ് യൂട്യൂബ് കൊണ്ട് മാത്രം ഇലക്ഷൻ ജയിക്കാൻ പറ്റില്ല. നമ്മൾ താഴെ തട്ടിലേക്ക് ഇറങ്ങണം. ജനപ്രതിനിധിയായി കഴിഞ്ഞാൽ ജനങ്ങളോടൊപ്പം ഉണ്ടാവണം. ഇപ്പം ഞാനൊക്കെ എന്ത് തിരക്കുണ്ടെങ്കിലും ജനപ്രതിനിധിയായിരുന്ന സന്ദർഭത്തിൽ ഞാൻ MLA-യും MP-യുമായ കോൺസ്റ്റിറ്റ്യുവൻസിയിലൊന്നും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ എന്നെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടായില്ല. എനിക്ക് മാറി നിൽക്കേണ്ടി വന്നപ്പോഴാണല്ലോ ചില സ്ഥലത്ത് തോൽവി ഉണ്ടായി. നേരെ മറിച്ച് നിന്ന സ്ഥലത്ത് തന്നെ ഞാൻ നിന്നാൽ എനിക്ക് ഇപ്പോഴും ആ വോട്ടുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഞാൻ MP MLA ആയി കഴിഞ്ഞാൽ രാഷ്ട്രീയം നോക്കാറില്ല. എന്നെ സമീപിക്കുന്നവരെയൊക്കെ എൻ്റെ ജനങ്ങളായിട്ടേ ഞാൻ കാണും. പക്ഷെ ഇപ്പോഴത്തെ ജനറേഷന് വന്നിട്ടുള്ള ഒരു മാറ്റമായിട്ട് അത് എല്ലാ പാർട്ടിയിലും ഉണ്ട്. അതായത് വാട്സപ്പ് സെൽഫി എടുക്കുക, അങ്ങനത്തെ സിസ്റ്റം ഉണ്ടല്ലോ. ഇപ്പം തന്നെ നമ്മളൊരു യോഗത്തിൽ ചെന്നാൽ എത്ര നമുക്ക് തിരക്കുണ്ടെങ്കിൽ ചിലപ്പോൾ ട്രെയിൻ മിസ്സാവേണ്ട നേരമായിട്ട് ട്രെയിൻ മിസ്സായിപ്പോയി. എന്നാലും ഒരു യോഗത്തിന് പോയാൽ അരമണിക്കൂറെങ്കിലും സെൽഫിക്ക് വേണ്ടി മാറ്റി വയ്ക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അത് സെൽഫി എടുക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷേ കാര്യങ്ങളുടെ ഗൗരവം കൂടെ നോക്കണ്ടേ. ഈ ഭരണമാറ്റത്തെക്കുറിച്ച് പറയുമ്പോൾ LDF വിമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഭരണം മാറി ആരായിരിക്കും മുഖ്യമന്ത്രി? കോൺഗ്രസിൽ ഒരു 1/2 ഡസനോളം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട്. അതുകൊണ്ട് അവർക്ക് ഒരു നേതൃത്വം ഇല്ലാത്തത് കൊണ്ട് സാധാരണ രീതിയിൽ നിലവിലുള്ള പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിലാണ് ഇലക്ഷൻ ഫേസ് ചെയ്യുക. പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞാൽ MLA-മാരുടെ അഭിപ്രായം കൂടെ ആരായി? കേരളത്തിൽ ഇപ്പോൾ നോക്കിയാൽ പ്രതിപക്ഷ നേതാവുണ്ട്. ആ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് സീനിയോറിറ്റി ഉള്ള രമേശ് ചെന്നിത്തലയുണ്ട്. കേന്ദ്രത്തിൽ AICC-യുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള KC വേണുഗോപാലുണ്ട്. K. സുധാകരൻ നേരത്തെ KPC പ്രസിഡന്റ്. പല പേരുകൾ പറയുന്നുണ്ട്, താങ്കളുടെ പേര് ഉൾപ്പെടെ. അല്ല, അതിൽ 2 കാര്യമുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് കോൺഗ്രസ് എടുത്ത നിലപാട്, ഇപ്പം കഴിഞ്ഞ ഹരിയാനയിൽ ഉൾപ്പെടെ ലോക്സഭാ അംഗങ്ങൾ കഴിയുന്നതും അസംബ്ലിയിലേക്കുള്ള മത്സരത്തിൽ നിന്ന് മാറി നിൽക്കണം എന്നാണ് തീരുമാനം. പിന്നെ ഞാൻ നിയമത്ത് മത്സരിച്ച് നിയമം എന്നുള്ള സീറ്റായതുകൊണ്ടാണ്. അതൊരു വിജയസാധ്യത ഒട്ടുമില്ലാത്ത സീറ്റിൽ BJP-യുടെ സിറ്റിംഗ് സീറ്റ് അവിടെ മത്സരിക്കാൻ കോൺഗ്രസിൻ്റെ ആരെങ്കിലും വരണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ മത്സരിച്ചത്. അത് പ്രത്യേക സാഹചര്യമാണ്. അതേസമയം മറ്റ് MP-മാരും മത്സരിച്ചില്ല. അതുകൊണ്ട് ഇവരൊക്കെ ഈ പറയുന്ന പേരുകാർ, ഇപ്പോൾ KC വേണുഗോപാലാണെങ്കിലും K. സുധാകരനാണെങ്കിലും ഇവരൊക്കെ MP-മാരാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല.
പിന്നെ നിയമസഭയിൽ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ആരെ മുഖ്യമന്ത്രിയാക്കണമെങ്കിലും ഇത് സംബന്ധിച്ചൊരു ചർച്ച MLA-മാരുടെ ഇടയിൽ നടക്കണം, പാർട്ടിക്കുള്ളിൽ നടക്കണം. അതുകൊണ്ട് അതിനൊരു പ്രയാസം ഉണ്ടാവില്ല. നേരത്തെ ആണെങ്കിൽ പാർട്ടിയിൽ A കോൺഗ്രസ്, അതുപോലെ I വിഭാഗം, ഇങ്ങനെ 2 ഗ്രൂപ്പാണ്. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ പക്ഷെ ഗ്രൂപ്പ് സമവാക്യങ്ങളൊക്കെ മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് സമവാക്യങ്ങൾ മാറിയിട്ടുണ്ടോ? അല്ല, ഗ്രൂപ്പ് സമവാക്യം എന്ന് ഞാൻ പറഞ്ഞ പഴയ ഗ്രൂപ്പിന് ഇപ്പോൾ പ്രസക്തിയാണ്. ജനത്തിന് ഗ്രൂപ്പ് ഇഷ്ടമല്ല, കോൺഗ്രസ്സുകാർക്ക് ഇഷ്ടമല്ല. കാരണം 9 കൊല്ലമായിട്ട് പ്രതിപക്ഷത്തിരിക്കുക, ഉള്ള അടിയും ഇതെല്ലാം കൊണ്ട് ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇനി ഗ്രൂപ്പ് കളിക്കാൻ ആരും കിട്ടില്ല. പിന്നെ ചിലർ സ്വന്തം നിലയ്ക്ക് അങ്ങ് ആക്കുകയാണ്. ഇന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൻ്റെ നേതാവെന്ന് പറയുന്നവർ ആ ഗ്രൂപ്പിനെ തള്ളി പറയാം. അതെ, പഴയ ഗ്രൂപ്പ് ഇല്ല, ഇപ്പോൾ പഴയ I ഗ്രൂപ്പും ഇല്ല. പഴയ ഗ്രൂപ്പ് ഒന്നും നിലവിലില്ല. ഈ പുതിയ ഗ്രൂപ്പുകളിലൊന്നും താങ്കൾ പെടുന്നില്ല എന്നുള്ളത് കൂടി ഉണ്ട്. അല്ല, അതിനൊക്കെ ഒരു കാര്യമില്ല. എന്തിനാണ് അതിന്റെ ആവശ്യം എന്താ? ഈ മത്സരത്തിൽ നിന്ന് തന്നെ, അതായത് മത്സരം എന്ന് പറയുന്നത് ഈ മുഖ്യമന്ത്രി ആവുക, നേതാവാകാവുക എന്നുള്ള ഒരു മത്സരം ഉണ്ടല്ലോ, ആ മത്സരത്തിൽ നിന്ന് തന്നെ മാറി നിൽക്കുക എന്നുള്ളതാണ് താങ്കൾ സ്വീകരിക്കുന്നത്. അതെ, ഞാനിപ്പോൾ അസംബ്ലിയിൽ മത്സരിക്കുന്ന കാര്യം പോലും ഞാനൊരു തീരുമാനത്തിലെത്തിയിട്ടില്ല.